ഇന്ത്യാ ചരിത്രത്തെ ഇത്രയേറെ വഷളാക്കിയ ഒരു കൂട്ടരെക്കുറിച്ച് മറ്റാരും പറയാത്ത മട്ടിൽ കെ മുഹമ്മദ് സാർ വിസ്തരിക്കുന്നുണ്ട്. അതാരാണ്? ചരിത്രകാരന്മാരാണ്. ഇടത് ചരിത്രകാരന്മാർ ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സങ്കീർണമാക്കിയത്, സത്യസന്ധമായ പരിഹാരത്തിന് എങ്ങനെയാണ് ചരിത്രകാരന്മാർ തടസ്സം നിന്നത് എന്ന് അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് എണ്ണി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ചരിത്രത്തിൽ ധാരാളം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മുൻഗാമികളുടെ തെറ്റുകളുടെ പാപഭാരവും പേറി ഗതി കിട്ടാത്ത ആത്മാവുകളെ പോലെ ഉഴലുകയാണ് ഇന്ത്യയിലെ മുസ്ലിം ജനത. തെറ്റുകൾ ഏറ്റുപറയാൻ അവർ തയ്യാറല്ല. മുസ്ലിങ്ങൾക്ക് സ്വയം വിമർശനത്തിന്റെ വാതിൽ എന്നേക്കുമായി മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ അറിഞ്ഞോ അറിയാതെയോ അടച്ചു കളഞ്ഞു. ഇതൊരു വലിയ ആരോപണമാണ്. ചരിത്രത്തോട് മാത്രമല്ല, സംസ്കാരത്തോട്, നമ്മുടെ സമൂഹത്തോട് ചരിത്രകാരന്മാർ ചെയ്യുന്ന വലിയ പാതകം. പേരൊന്നും അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. ആ കൂട്ടത്തിൽ അത്തരം വലിയ പാതകം ചെയ്ത, മാർക്സിസ്റ്റ് ചരിത്രകാരൻ എന്ന പേരിൽ ചരിത്രത്തോട് വലിയ പാതകം ചെയ്ത ഒരു വലിയ ചരിത്രകാരന്റെ പേര് ഡോക്ടർ ഇർഫാൻ ഹബീബ് എന്നാണ്. അദ്ദേഹം അത് വെളിവാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാബരി മസ്ജിദിന്റെ കേസ് വഷളായത് എങ്ങനെയാണ്? പള്ളി വിട്ടുകൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന തീവ്രവാദ മുസ്ലിങ്ങളെ സഹായിക്കാൻ ഒരുപറ്റം ഇടതുപക്ഷ ചരിത്രകാരന്മാർ മുന്നോട്ട് വന്നു. സത്യത്തിൽ ബാബരി മസ്ജിദ് പ്രശ്നം പതിറ്റാണ്ടുകളോളം വൈകിച്ചതിന്റെ പിന്നിൽ ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരായിരുന്നു എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. മറ്റൊരു വിശദീകരണം കൂടി അദ്ദേഹം നൽകുന്നത് ഇങ്ങനെയാണ്, ഞെട്ടിക്കുന്നതാണ്. ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ ICHR ഓഫീസിൽ നടക്കുന്നത്, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി. ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ കമ്മിറ്റിയാണത്. ആ കമ്മിറ്റി യോഗം ചേരാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥാപനം, ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ഒരു അക്കാഡമിക് സ്ഥാപനം വിട്ടുകൊടുക്കുന്നു. ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ ICHR ഓഫീസിൽ നടക്കുന്നത് അന്നത്തെ മെമ്പർ സെക്രട്ടറി MGS നാരായണൻ എതിർത്തുവെങ്കിലും ചെയർമാൻ ഇർഫാൻ ഹബീബിന്റെ മുമ്പിൽ വിലപ്പോയില്ല. ആലോചിച്ച് നോക്കൂ, അന്നത്തെ മെമ്പർ സെക്രട്ടറി ഈയിടെ മരിച്ചുപോയ, നമുക്കൊക്കെ ആദരണീയനായ, മലയാളത്തിന്റെ അഭിമാനമായ ഡോക്ടർ MGS നാരായണനായിരുന്നു. അദ്ദേഹം അത് വിലക്കിയിട്ടും അന്ന് ചെയർമാൻ പദവി ഉപയോഗിച്ച് ഇർഫാൻ ഹബീബ് രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.